ഓ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാ. ഇനി ഇവിടെ എന്തൊക്കെ സീൻ കാണണോ ആവോ. എല്ലാവരും തുണിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ട് വാ. രാത്രി തുണി കൊടുത്തോണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നിനക്കൊക്കെ ഒരു കയ്യിൽ കൊടുക്കരുതോ? ഒരു കയ്യിൽ കൊടുത്തിട്ടേ അത് അരയിൽ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോ രാവിലെ ഇങ്ങനെയുള്ള സീനൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ താനെതിരാടോ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞാനല്ല. മോൻ ഉറങ്ങിക്കോ, ഇഷ്ടം പോലെ ഉറങ്ങിക്കോ. ഖാദർ സാറ് വിളിക്കുന്നുണ്ട്. ഇല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല. സമയമുള്ളപ്പോ വന്ന് വരുത്തിയേട്ടോ. അല്ലല്ല, നിങ്ങളെ അല്ല. അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണെങ്കിലും അല്ലെങ്കിലും ചെന്ന് കാണണം. എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാൻ. എടാ എഴുന്നേക്ക്. കാജല, മോളെ കാജല, ഇവിടെ ആരുമില്ലേ? എല്ലാരും എങ്ങോട്ട് പോയി? കാജല, എന്താ സുഖല്ലേ? സുഖമായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖാണോ? അതെ അതെ. കാജല എവിടെ? അതേ വരുന്നു. വരുന്നുണ്ടല്ലോ. നീ എവിടെയായിരുന്നു? ഞാൻ റൂമിലായിരുന്നു. അകത്തേക്ക് വരൂ. കേറി വരൂ. ഇവിടെ വെക്കട്ടെ. ഇരിക്കൂ. ഇതിനു മുമ്പ് തന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിനക്കറിയാലോ മോളെ, നിന്റെ അങ്കിൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നാലേ നിനക്ക് ഒരെണ്ണം വാങ്ങിക്കും. അതിവിടെ കൊണ്ടുവന്ന് തരേണ്ട ജോലി എന്റേതല്ലേ? ഈ വർഷം നല്ല വിളവെടുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടില്ല. കെട്ടുകണക്കിന് നോട്ടുണ്ട്. ഏതാ വേണ്ടേ? 1000, 500, 100? മിണ്ടാതിരിക്കോ? നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലേ 22 മസാലക്കൂട്ടുകൾ ഉണ്ടാവണം. അതുപോലെ പെണ്ണുങ്ങൾക്ക് 22 അലങ്കാരങ്ങൾ ഉണ്ടാവണം. മസാല രുചിയും സ്ത്രീകൾക്ക് സൗന്ദര്യവും. അമ്മ സാരിങ്ങി തന്നെ. ഒരു മിനിറ്റ്. ദാ പിടിക്ക്. അങ്കിളുടെ ടേസ്റ്റ് കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ എന്തായി? എല്ലാവർക്കും നല്ല സാരികൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നബാന ഉത്സവത്തിന് അവരെല്ലാവരും ഉടുത്തോണ്ട് വരും. നിങ്ങളുടെ മകനും ഒരു സാരി എടുത്തു കൊടുത്തേക്ക്. അവനും ബോളിവുഡ് ഹീറോയിനെ പോലെ തന്നെ നല്ല പൊക്കം ഉണ്ടല്ലോ. അവനെന്തിനു സാരി കൊടുക്കണം? അതിനെ അവർക്കൊക്കെ കുർത്താസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ വിട്ടുകളാ. നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ചെന്ന് നിങ്ങൾക്കുള്ള ലെമൺ ജ്യൂസ് കൊണ്ടുവരാം. ശരി. ആന്റി ഇപ്പൊ ലെമൺ ജ്യൂസിൽ ഒരുപാട് പഞ്ചസാര ഇട്ട് കൊണ്ടുവരും. അതിനു മുമ്പേ ഞാൻ പോയി തടഞ്ഞേക്കാം. ഇവളുടെ ഒരു കാര്യം. മോൾ ഇതൊന്ന് ഉടുത്തിട്ട് വാ, ഒന്ന് കാണട്ടെ. ഇത്തവണ നല്ല വിളവെടുപ്പ്. പറഞ്ഞാ ശരിയാ. കൃഷിക്കാരൊക്കെ ഹാപ്പി. അത് തന്നെ. എന്ത് നാണക്കേടാ. ചാക്ക് നിറച്ചല്ലേ പണം കിട്ടിയിരിക്കുന്നേ. ചിരിക്കാതിരിക്കോ. എങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. ചെലവ് കൂട്ടാനേ വേറൊരു വഴിയുണ്ട്. എന്റെ ഖാദർ സാറേ, നാദർ സാറ് പറഞ്ഞത് ശരിയാ കേട്ടോ. നിങ്ങൾ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ചെലവാക്കാൻ വേറെ മാർഗമില്ല. ഏയ്, നബാന ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. ഉത്സവം എന്ന് വെച്ചാൽ സന്തോഷമല്ലേ? ആ സന്തോഷത്തിന് നമുക്ക് ഒരുപാട് കാശ് ചെലവാക്കാന്നേ. കാശ് ചെലവാക്കുമ്പോ പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടാവും. നമുക്കൊരു ഡാൻസിന്റെ പ്രോഗ്രാം ഒക്കെ വെച്ചാലോ? അതായത് വ്യത്യസ്തമായ നാടൻ നൃത്തം. നമുക്ക് ഒരുപാട് പേരെ വിളിക്കുകയും ചെയ്യാം, അടിച്ചു പൊളിക്കുകയും ചെയ്യാം. അല്ല, അതുപോലുള്ള ഡാൻസ് എങ്ങനെയാ ചെയ്യുന്നത്? അതായത് ബ്രേക്ക് ഡാൻസ്, ഷേക്ക് ഡാൻസ്, കേക്ക് ഡാൻസ്, അതുപോലെ പല ഡാൻസുകളുണ്ട്. ആ കൂട്ടത്തില് ഇതുപോലെ ഒന്നും ആകാമല്ലോ. ഏർപ്പാടൊക്കെ അതിഗംഭീരമായിരിക്കണം. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അടിച്ച് പൊളിച്ചേക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. താൻ എന്തിയാ പറയുന്ന? അടിച്ച് പൊളിക്കാന്നാ പറഞ്ഞേ. അതാരാ ഏറ്റെടുക്ക? താനെടുക്ക. ഏയ് വേണ്ട വേണ്ട വേണ്ട. അച്ഛാ, മോനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. എല്ലാ കാര്യങ്ങളും ഈ എനിക്ക് വിട്ടേക്ക്. 5 ലക്ഷം രൂപയുണ്ട്. പുതിയൊരു പാർട്ടി ഓർഡർ വന്നിട്ടുണ്ട്. കൂടുതൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. ഈ കാശ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയി ബാങ്കിലിടുന്നതാണ് നല്ലത്. വന്ന ഓർഡറെല്ലാം കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യണം. ആ സർ. ഓർഡറൊക്കെ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞത് മനസ്സിലായോ? അതെ സർ. പിന്നെ ഒരു കാര്യം, ബിസിനസ്സിൽ വാക്കായിരിക്കണം. അതാണ് പ്രധാനം. മനസ്സിലായോ? അല്ലേ അനിയ? അതെ 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 അതെ. ശരി ശരി, ചെല്ലു. ബദലിക്ക് പോലും ഇപ്പൊ ജോലിയുണ്ട്. ജോലിക്കാർക്കും ജോലിയുണ്ട്. പക്ഷെ നമുക്ക് മാത്രം ഒരു ജോലിയില്ല. അല്ലല്ല, അതെന്താ അങ്ങനെ പറഞ്ഞേ?
ഇപ്പോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊരു ജോലി ഇല്ലെങ്കിലേ കോടതിയിൽ ഒരു കേസ് ഇട്ടാ മതി. പിന്നെ കോടതി, വീട്, വീട്, കോടതി, അങ്ങനെ നമുക്ക് ചുറ്റിക്കറങ്ങാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജോലിയാകും. നിങ്ങൾ പരസ്പരം കേസ് കൊടുക്ക്, അത് നന്നായിരിക്കും. അല്ല അഡ്വൈസറെ, നിങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നതിൽ ഒരു പ്രയോജനമില്ല. താനിത് എന്തൊക്കെയാണോ പറഞ്ഞത്? ഞങ്ങൾ തമ്മിൽ തെറ്റി പിരിയണമെന്നാണോ നീയൊക്കെ ആഗ്രഹിക്കുന്നേ? എന്റെ പേര് അത് വീണില്ല സാറേ. നിങ്ങളെ ശത്രുതയായിട്ട് കണ്ടാൽ അത് ശത്രുതയാ, അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. എടോ അഡ്വൈസർമാരെ, കോർട്ടും കേസൊക്കെ ശത്രുത കൂട്ടേയുള്ളൂ, ഒരിക്കലും സൗഹൃദം കൂട്ടില്ല. അല്ലേട്ടാ, ജനങ്ങള് പാമ്പിനെ പോലും വളർത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളത് 2 ഡൈനോസർമാരാ. ഇത് നമ്മളെ കടിച്ചു കൊല്ലുകയൊന്നുമില്ല, വെട്ടി വിഴുങ്ങത്തേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന കേക്ക്. വളർത്തുമൃഗങ്ങളെ ചിലപ്പോ പാല് കൊടുത്ത് വളർത്തേണ്ടി വരും, അല്ലാതെ പാവയ്ക്കല്ല കൊടുക്കേണ്ടത്. അതും ശരിയാ. ദാ ഇങ്ങോട്ട് നോക്ക്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറ. ശരി, ഞാൻ പറയാം. അതായത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പരസ്പരം ഒരു തമാശന് വേണ്ടി കേസ് കൊടുക്കുകയാണെങ്കിലേ, അല്ലല്ല, ഒരു തമാശന്, വെറുതെ തമാശ, 2 ലോയേഴ്സിനെ ഹയർ ചെയ്താൽ മാത്രം മതി. അങ്ങനെ കുറച്ച് കാശ് നമുക്ക് ചെലവാക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ലോയറിനെ ഹയർ ചെയ്താൽ മാത്രം മതി. അവര് തന്നെ നിങ്ങൾക്കെതിരെ ഒരു കേസ് തന്നെ അങ്ങോട്ട് ഇട്ടോളൂന്നേ. എന്നിട്ട് ആ വക്കീലന്മാര് തന്നെ നിങ്ങളെ ആ കേസിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ രണ്ടുപേർക്കും പിന്നീട് അങ്ങോട്ട് വളരെ ബിസി ആയിട്ട് അങ്ങോട്ട് മാറാലോ. നിങ്ങൾ ബിസി ആവുമ്പോൾ ഞങ്ങളും ബിസി ആവും, അല്ലേ? ഇത് കൊള്ളാലേ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്നോട് ഒന്നും തന്നെ പറയാതെ പെട്ടെന്ന് ഇൻഫോർമേഷൻ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. ഒന്നോ അസ്സലാമലൈക്കും സാർ. വാലൈക്കും അസ്സലാം. സാറേ, നിങ്ങൾ കാലത്ത് ഇറങ്ങിപ്പോയല്ലേ? ഞാൻ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാന്ന് വെച്ചപ്പോൾ നിങ്ങൾ ആരെയും അവിടെ കണ്ടില്ല സാറേ. ഇത്രയും നേരം അവിടെ കാത്തിരുന്നിട്ട് നിങ്ങൾ എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടില്ല. നീ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടതാ. ജീവിതത്തിൽ സന്തോഷം തരുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ, ഉറങ്ങുന്നതും തൂറുന്നതും. അതിലൊരു കാര്യത്തിൽ നീ ബിസിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോയി. ഞങ്ങൾക്ക് 3 കാര്യങ്ങളുണ്ട്. ആദ്യം കഴിക്കണം, പിന്നെ ഉറങ്ങണം, പിന്നെ ടോയ്ലറ്റിൽ പോണം. ഇത് 3 കാര്യമേ ഉള്ളൂ സാറേ. സാർ, നിങ്ങളിപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അത് നെഗറ്റീവായി പോകും. നിങ്ങളിപ്പോൾ എങ്ങോട്ടാ സാറേ പോണേ? ഞാൻ എൻ്റെ ചേട്ടനുമായിട്ട് ഒരു ഡിസ്കഷന് പോവാ. അദ്ദേഹത്തിന്റെ കൂടെയോ? അപ്പൊ നിങ്ങൾ എന്നെ യെസ് എന്നൊന്നും പറയാൻ അനുവദിക്കില്ലല്ലേ? അപ്പൊ ഇത് അത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗ് അല്ലേ? അല്ല, ഞാൻ കാരണം ഒരു ശല്യം ഉണ്ടാവത്തില്ല സാറേ. എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ പോരട്ടെ സാറേ. എല്ലാ സാറിന്റെ തീരുമാനം തന്നെ. അത് പിന്നെ നിങ്ങൾ 2 കൂടി പറഞ്ഞ മങ്കി ബിസിനസ് തുടങ്ങണമെന്ന് കരുതിയിരിക്കുക. പക്ഷേ നിങ്ങൾ അതിന് മങ്കീസ് അല്ലല്ലോ സാറേ. പിന്നെ എന്തിനാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് നിങ്ങൾ അങ്ങോട്ട് എടുത്തത്? ഇത് ഞാൻ പറഞ്ഞല്ല, എന്റെ ഏട്ടൻ പറഞ്ഞതാ. ചേട്ടൻ പറഞ്ഞ പിന്നെ അതിനപ്പുറം ഞാനൊരു വാക്ക് പറയില്ല. അത് ശരിയാ സാറേ. നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹവും മര്യാദയും ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് സാറേ. അടിപൊളിയാ. ഈ കാലത്ത് സ്വന്തം അച്ഛനും മക്കൾക്കും പോലെയുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് പറയണ്ടെന്നാ. അല്ല, 2 ലോയേഴ്സിനെ കൂട്ടിക്കൊണ്ടുപോവാ. നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. നല്ല വക്കീലിനെ കൊണ്ടുപോവാ. നല്ല വക്കീല് വേണം. വണ്ടി എടുക്ക. നല്ല 2 വക്കീലന്മാര്. നല്ല 2 വക്കീലന്മാര്.